ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ, ഹോങ്കോങ് മാർക്കറ്റുകളൊക്കെ ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ജാപ്പനീസ് നിക്കായ് 225 ടോപ്പിക്സ് ഇൻഡെക്സ് ഒക്കെ ഇന്നും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിക്കായ് 225 39,420 മോർണിംഗ് സെഷനിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 39,300 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ ജാപ്പനീസ് സ്റ്റോക്കുകളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിക്കൈ ഒരുപക്ഷെ 40,000 ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് 1-2 ദിവസത്തിനുള്ളിൽ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബൂം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. കാരണം ജാപ്പനീസ് കമ്പനികൾ പ്രൊമോട്ടറായിട്ടുള്ള ഇന്ത്യയിലത്തെ കമ്പനികളെ സംബന്ധിച്ച് പാനാസോണിക് എനർജി, പാനാസോണിക് കാർബൺ, SML ഇസിസു, സുമിതോമോ കെമിക്കൽസ്, നിപ്പൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. കാരണം ജാപ്പനീസ് മാർക്കറ്റിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1 ടൈംസിലാണ് ജാപ്പനീസ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. പല സ്റ്റോക്കുകളും ബിലോ ബുക്ക് വാല്യൂയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജപ്പാനിൽ വലിയ രീതിയിൽ റാലി വരികയാണെങ്കിൽ ജാപ്പനീസ് കമ്പനികളുടെ ഇന്ത്യൻ സബ്സിഡിയറികളിലും അത്തരത്തിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ്, അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ജാപ്പനീസ് കമ്പനികൾ പ്രൊമോട്ടർമാരായിട്ടുള്ള കമ്പനികളൊന്ന് വാച്ച് ചെയ്ത് നന്നായിരിക്കും. SML ഇസിസു കഴിഞ്ഞ ദിവസം തന്നെ 20% അപ്പർ ഫ്രീസിലെങ്കിലായിരുന്നു. ഇന്നും ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്തേക്കാം. സുമിതോമോ കെമിക്കൽസ് ഉണ്ട്, നിപ്പൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്, പാനാസോണിക് എനർജി ഉണ്ട്, പാനാസോണിക് കാർബൺ ഉണ്ട്. ഈ ലിസ്റ്റിൽ പെടാത്ത ധാരാളം ജാപ്പനീസ് സബ്സിഡിയറികൾ ഇവിടെ ലിസ്റ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ചൈനയിൽ വലിയ രീതിയിലുള്ള കോണ്ട് ഫണ്ടുകൾക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറേ ഡിസിഷൻസൊക്കെയാണ് ചൈനയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺ ഫണ്ടുകളൊക്കെ വലിയ ലോസസ് നേരിടുകയാണെന്നാണ് ചൈനീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതും ചൈനീസ് മാർക്കറ്റിനെ ഇന്നും ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് തള്ളി വിട്ടിട്ടുണ്ട്. ഒപ്പം ചൈനയിലത്തെ എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഇപ്പോഴും ഒരു ഹോപ്പിനുള്ള അല്ലെങ്കിൽ ഒരു റിക്കവറിക്കുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഡിപ്രസ്ഡാണ് ഇന്ന് ചൈനീസ് മാർക്കറ്റ്. ഹോങ്കോങ്ങും സ്ലൈറ്റ്ലി വീക്കാണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ അതുപോലെ തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് ബാൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പ്രോപ്പപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ് സൗത്ത് കൊറിയൻ മാർക്കറ്റിലുള്ളത്. പക്ഷേ പൊതുവെ ഇന്ന് സെൻറ്റിമെൻറ്റ് സ്ലൈറ്റ്ലി വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു നിക്കായ് 225 പുതിയ റെക്കോർഡ് ഹൈ, 34 വർഷത്തിന് ശേഷം പുതിയ ഹൈ ഹിറ്റ് ചെയ്തതാണ്. അപ്പോൾ പുതിയ ഓൾ ടൈം റെക്കോർഡ് ഹൈകളാണ് ജാപ്പനീസ് നിക്കായ് ഇന്നും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക്, അതുപോലെ തന്നെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 100 ഇൻഡെക്സ്, ഇതെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം എൻവിഡിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ക്യാപ്പ് ഒരു അവസരത്തിൽ എൻവിഡിയയുടെ $2 ട്രില്യൺ ക്രോസ് ചെയ്തിരുന്നു. ഒപ്പം മെറ്റാ പ്ലാറ്റ്ഫോമും ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ചയൊക്കെ ഓൾ ടൈം ഹൈ റെക്കോർഡ് ഹിറ്റ് ചെയ്തതിനു ശേഷം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ബെറ്റർ തന്നെയായിരുന്നു. പല മാർക്കറ്റുകളും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. $245 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ $240 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $81.58 പെർ ബാരലിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിൽ $80.5 പെർ ബാരലിനാണ് ട്രേഡിന് സ്ലൈറ്റ്ലി വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ആഴ്ചയിൽ നമുക്ക് ഗ്ലോബൽ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് ആണ്. ഇൻഫ്ലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടിയാണ് ഈ ഇൻഡിക്കേറ്റർ. അത് വ്യാഴാഴ്ചയാണ് വരുന്നത്. ഒപ്പം അമേരിക്കയിലെ Q4 GDP ഡാറ്റയും വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q3
Q3 GDP ഡാറ്റ വ്യാഴാഴ്ച വരികയാണ്. ഇതാണ് മേജറായിട്ടുള്ള ഇവൻ്റ് ഈ ആഴ്ചയിൽ നമുക്ക് ഗ്ലോബൽ ഇവൻറ്റും ഡൊമസ്റ്റിക് ഇവൻ്റൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പൊതുവെ ഒരു ലാക്ലസ്റ്റർ സെൻറ്റിമെൻ്റ് ഉണ്ടാവാം. പക്ഷേ പ്രീമിയത്തിലാണ് മാർക്കറ്റൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൊളാറ്റിലിറ്റി മാർക്കറ്റുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഹയർ ലെവൽ വരുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നത് നന്നായിരിക്കും. കാരണം വൊളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചു വാങ്ങാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ ഏത് ദിവസവും നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്തേക്കാം. അതിനു മുമ്പ് ഗവൺമെൻറ് പലതരത്തിലുള്ള സ്കീമുകൾ അനൗൺസ് ചെയ്തേക്കാം. അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ പല സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് മുമ്പൊക്കെ സെല്ലേഴ്സ് ആയിരുന്നു. അത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഇനി ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു റിസർച്ച് അപ്ഗ്രേഡും ഡൗൺഗ്രേഡൊക്കെ ശനിയാഴ്ച വന്നിരുന്നു. SBI, ICICI ബാങ്ക്, യെസ് ബാങ്കിനെയൊക്കെ അവർ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഡൗൺഗ്രേഡ് ടാർഗറ്റുകളൊന്നും അല്ല. പക്ഷേ ഇതുവരെയുള്ള പോസിറ്റീവ്സൊക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ് ഈ സ്റ്റോക്കുകളിൽ. അപ്പോൾ ഫർദർ അപ്വേർഡ് മൊമെൻറ്റം വളരെ സ്ലോ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ HDFC ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ GMR എയർപോർട്ടിന് ഇപ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ 3 അതുപോലെ തന്നെ ഔട്ട്സൈഡ് 2 എയർപോർട്ടുകളാണുള്ളത്. ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന എയർപോർട്ട് ഓപ്ഷനുകളിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വലിയ എയർപോർട്ടുകളിൽ ബിഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഓവർസീസ് കൺട്രികൾ UAE, മറ്റ് ഏഷ്യൻ കൺട്രികളിലൊക്കെ എയർപോർട്ട് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ് GMR എയർപോർട്ട്. GQG പാർട്ട്നേഴ്സ് 5% ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. അതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. അശോക് ലൈലൻ്റെ 50% സ്റ്റേക്ക് വാങ്ങിയിരിക്കുകയാണ് TVS ട്രക്സ് ആൻഡ് ബസ്സസ് എന്ന് പറയുന്ന ഡീലർഷിപ്പിൽ. അശോക് ലൈലൻ്റെ ബസ്സുകളും അതുപോലെ തന്നെ മറ്റ് ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ ഈ ഡീലർഷിപ്പിൽ കൂടെ സെല്ല് ചെയ്യാനുള്ള പ്ലാനാണ്. പോസിറ്റീവ് ന്യൂസാണ്. പേടിഎമ്മിന് മറ്റ് ബാങ്കുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സർവീസസ് കണ്ടിന്യൂ ആയിട്ട് RBI അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേടിഎം ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റിയുടെ M ദാമോദരൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇൻറ്റേർണലായിട്ട് അവർ ഒന്നും ചെക്കിംഗ് ഒന്നും നടത്തിയില്ല. കാരണം എക്സ്റ്റേണൽ അഡ്വൈസേഴ്സ് ആണ്. അതുകൊണ്ട് ഇതുവരെ ഇൻഡെപ്ത് ആയിട്ടൊന്നും നോക്കിയിട്ടില്ല എന്നൊരു കമൻറ്റും കൂടി വന്നിട്ടുണ്ട്. പേടിഎം പൊതുവെ ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. കാരണം കണ്ടിന്യൂറ്റി ഓഫ് സർവീസസ് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ന്യൂസ് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയാണ്. 2028-29 ആകുമ്പോഴേക്കും നമ്മുടെ ഡിഫൻസ് സെക്ടർ 3 ലക്ഷം കോടി രൂപ പ്രൊഡക്ഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ടാർഗറ്റ് 50,000 കോടി രൂപയ്ക്കുള്ള എക്സ്പോർട്ടാണ് ടാർഗറ്റ് 2028-29. ഇപ്പോൾ 1 ലക്ഷം കോടിയാണ് പ്രൊഡക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ 16,000 കോടിയാണ് ഇപ്പോൾ എക്സ്പോർട്ടും നടക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ടാർഗറ്റുകളാണ് ഇത്. തീർച്ചയായിട്ടും ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മസഗൺ ഡോക്ക്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ ഡിഫൻസ് കമ്പനികളെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻഫിബീൻ ഒരു ചെറിയ IT കമ്പനിയാണ്. ഇവർ US ബേസ്ഡ് എക്സ്ഡ്യൂസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ് 20%. അതോടൊപ്പം തന്നെ നമ്മൾ കനറ ബാങ്കിൻ്റെ ബോർഡ് മീറ്റിംഗ് എന്നുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. തീർച്ചയായിട്ടും ലിക്വിഡിറ്റി കൂട്ടാനുള്ള ഒരു മൂവാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം PSU ബാങ്കുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് കനറ ബാങ്ക്. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഒരു പക്ഷേ പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. വിൻഫാസ്റ്റ് വിയറ്റ്നാമിലത്തെ EV വെഹിക്കിൾ മാനുഫാക്ചറാണ്. അവരുടെ തറക്കല്ലിടൽ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. തുത്തുക്കുടിയിലാണ് വരുന്നത് പ്ലാന്റ് വരുന്നത്. $500 മില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 1,50,000 ഇലക്ട്രിക് വെഹിക്കിൾ ഇവിടെ നിർമ്മിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ ലോ കോസ്റ്റ് ഇലക്ട്രിക് കാറുകളാണ്. വിയറ്റ്നാമിൽ വളരെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ മറ്റു പല ഫാക്ടേഴ്സിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യനെ സംബന്ധിച്ച്. കാരണം വിയറ്റ്നാമിൽ നിന്ന് ആദ്യമായിട്ടാണ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടൊരു ഓട്ടോമൊബൈൽ കമ്പനി ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങുന്നത്.
കല്യാണി സ്റ്റീൽ ഒഡീസ ഗവൺമെൻറ്റായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിയം മെറ്റൽ, അതുപോലെ തന്നെ എയറോസ്പേസ് ഡിഫൻസ് കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യാനും ഓട്ടോമൊബൈൽ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള വലിയൊരു പ്ലാൻ ചെയ്യുന്നത്. കല്യാണി സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ലോങ് ടേമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. നമ്മുടെ തന്നെ ഒരു ഡെലിവറി പിക്കും കൂടിയാണ് കല്യാണി സ്റ്റീൽ. നമ്മൾ ഡെലിവറി കൊടുത്ത ആ ലെവലിൽ നിന്ന് ധാരാളം മുന്നേറിയിട്ടുണ്ട്. എന്നിരുന്നാലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ കല്യാണി സ്റ്റീലിന് പോസിറ്റീവാണ്. റിലയൻസും ഡിസ്നിയും തമ്മിലുള്ള അവരുടെ മീഡിയ ഡീലിൻ്റെ ഒരു MOU സൈൻ ചെയ്ത് കഴിഞ്ഞ് ബൈൻഡിങ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുതിയ എൻറ്റിറ്റിയിൽ മീഡിയ വെഞ്ചറിൽ റിലയൻസ് 61% ഹോൾഡ് ചെയ്യാൻ പോകുന്ന റിലയൻസിനെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. HDFC ബാങ്കിന് അവരുടെ HDFC ക്രെഡില ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ആമാണ്, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ലെൻഡിങ് നടത്തുന്നൊരു സബ്സിഡിയറിയാണ്. അതിൽ 90% സ്റ്റേക്ക് വിൽക്കാനായിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ Q4 റിസൾട്ടിൽ അറൗണ്ട് 9,000 കോടി രൂപയുടെ ഈ അതർ ഇൻകം കൂടാനാണ് ചാൻസസ് കൂടുതൽ. തീർച്ചയായിട്ടും HDFC ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സിൻ്റെ അപ്ഗ്രേഡ്, ഒപ്പം HDFC ബാങ്ക് സിഇഒയുടെ ഒരു റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റിയിലല്ല. ലോങ് ടേമിൽ നല്ല ഗ്രോത്ത് എക്സ്പെക്റ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും HDFC ബാങ്കിനെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. സ്കിപ്പർ ലിമിറ്റഡ് നമ്മുടെ ഒരു ഡെലിവറി പിക്കാണ്. നമ്മൾ ഡെലിവറി കൊടുത്തതിന് ശേഷം ഡബിൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 737 കോടി രൂപയുടെ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റിൻ്റെ ഓർഡറാണ്. പവർ ഗ്രിഡിൽ നിന്നാണ് ഓർഡർ ഉള്ളത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഓൾറെഡി ഓർഡർ ബുക്ക് 33,900 കോടി രൂപ ഓർഡർ ബുക്ക് ഉണ്ട്. ഫർദർ ബിഡിങ് വരാനുള്ളത് 9,830 കോടി രൂപ ഇൻ്റർനാഷണൽ ഓർഡേഴ്സിലും ബിഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5,200 കോടി രൂപയ്ക്കുള്ള ഡൊമസ്റ്റിക് ഓർഡേഴ്സിലും ബിഡ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും സ്കിപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. നല്ലൊരു കമ്പനിയാണ് പവർ സെക്ടർ രംഗത്ത് നിന്നുള്ളത്. ഫർദറും അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ജിയോഫിൻ ഡിമർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളിലും ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് പ്രോഗ്രാമുകളിലും നോൺ കോർ അസറ്റ് സെല് ചെയ്തുകൊണ്ട് ജിയോ ഫൈനാൻഷ്യൽ സർവീസ് 3 to 5 year ടൈം ഫ്രെയിമിൽ വാങ്ങി വെക്കാനായിട്ട് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് നമ്മളാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസ് അന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ അറൗണ്ട് 335 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത 6 months to 1 year 500 രൂപ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അടുത്ത 2 to 3 year ഒരു പക്ഷേ 1,000 rupees ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം. ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് വേണ്ടവർക്ക് പ്രോഫിറ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ലോങ് ടേമിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസ് വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് വീണ്ടും കാണുന്നത്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ EV സബ്സിഡിയുടെ ലിസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. 1.5 വർഷത്തിനുള്ളത് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മഹീന്ദ്ര ഹോൾഡേഴ്സ് 4,500 കോടി രൂപ സ്പെൻഡ് ചെയ്യുകയാണ് അടുത്ത 3 to 4 year ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് 10,000 ആയിട്ട് ഉയർത്താനാണ്. സി എൻ്റർടൈൻമെൻറ്റ് അവരും ഒരു കമ്മിറ്റീനെ ഫോം ചെയ്തിട്ടുണ്ട്. സതീഷ് ചന്ദ്ര റിട്ടയർഡ് ജഡ്ജ്, അലഹബാദ് ഹൈക്കോടതിയിലത്തെ റിട്ടയർഡ് ജഡ്ജാണ്. മാർക്കറ്റ് സ്പെക്കുലേഷനിൽ നിന്നുള്ള ഇമ്പാക്റ്റ് സി എൻ്റർടൈൻമെൻറ്റ് ഷെയറിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു കമ്മിറ്റീനെയൊക്കെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ന്യൂസാണ് അത് സിയെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കോട്ടക് ബാങ്ക്, സൂറിച്ച് ഇൻഷുറൻസ് കമ്പനി 70% കോട്ടക്കിൻ്റെ സ്റ്റേക്ക് വാങ്ങുകയാണ്. കോട്ടക് ജനറൽ ഇൻഷുറൻസിൽ 5,560 കോടി രൂപയ്ക്കാണ്. കഴിഞ്ഞ 2 വർഷത്തെ ബാങ്കിങ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കും കോട്ടക് ബാങ്കും ആണ് അണ്ടർ പെർഫോമേഴ്സ്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ കോട്ടക് ബാങ്കിനും HDFC ബാങ്കിനും ഒക്കെ പോസിറ്റീവാണ്. അതുകൊണ്ട് ഫർദർ കോട്ടക് ബാങ്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. റിലയൻസിന് വീണ്ടും പോസിറ്റീവ് ന്യൂസ് വരികയാണ്. റിലയൻസ് ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു 100 കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ തുടങ്ങുന്നുള്ളത്. അത് ഇമ്മീഡിയറ്റ് വിതിൻ 2 year 50 പ്ലാന്റുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. 5,000 കോടി രൂപയാണ് അവർ ടോട്ടൽ സ്പെൻഡിങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അടുത്ത ബഡ്ജറ്റിൽ, ജൂലൈയിലുള്ള ബഡ്ജറ്റിൽ ഇൻഷുറൻസ് റിഫോംസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് റിഫോംസിന് മുമ്പായിട്ട് നല്ല മാനേജ്മെൻറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ നല്ല അപ്രീസിയേഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ SBI ലൈഫ് കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാൻ
വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ SBI ലൈഫ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഓവറോൾ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശക്തി പമ്പ്സ് കുസും 3 സ്കീമിൽ ഹരിയാന റിന്യൂവബിൾ ഡിപ്പാർട്ട്മെന്റിന് 2443 സോളാർ പമ്പുകൾക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ശക്തി പമ്പ്സ് ഈ സെഗ്മെന്റിൽ മാർക്കറ്റ് ലീഡറാണ്. അതുപോലെ തന്നെ ധാരാളം ഓർഡർ ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ അതാത് സ്റ്റോക്കുകൾക്ക് പോസിറ്റീവാണ്. ശക്തി പമ്പിന്റെ ന്യൂസും ശക്തി പമ്പിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റൈമണ്ട് ലിമിറ്റഡ് നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. നമ്മുടെ റെക്കമെൻഡേഷൻ ഫാമിലി ഫ്യൂഡിന്റെ ബേസിൽ താഴെ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് ആവും പഴയ പോലെ തന്നെ വളരെ സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ബൂസ്റ്റ് ഈ കമ്പനിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഒരു ഡീമർജറും കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. റേഷ്യോ റെക്കോർഡ് ഡേറ്റ് ഒക്കെ വന്നേക്കാം. അപ്പോൾ റൈമണ്ട് മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മുടെ തന്നെ ഒരു ടോപ്പിക്കുകളിലൊന്നാണ് സുല വൈനിയാട്. അതുപോലെ തന്നെ CMS ഇൻഫോസിസ്റ്റം. CMS ഇൻഫോസിസ്റ്റം പക്ഷേ ഒരു ഫോറിൻ കമ്പനിയാണ്. ആക്ച്വലി പ്രൊമോട്ടർ 26.69 ആണ് ഹോൾഡ് ചെയ്യുന്നത്. ബാരിങ്സ് ഏഷ്യയാണ്. ഇത് ക്യാഷ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ATM റിലേറ്റഡ് സർവീസസ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ് ബാങ്കുകൾക്കൊക്കെ. നല്ലൊരു കമ്പനിയാണ്. നല്ല പ്രോസ്പെക്ട്സ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കറ്റിലൊരു വളാറ്റിലിറ്റിയാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ. നമ്മുടെ സെൻസെക്സ് മാത്രമാണ് പ്രീവിയസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാത്തത്. നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചയും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു. ഒരു ദിവസം അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമ്മൾ ഈ ആഴ്ച കാണുന്ന റിലയൻസിൻ്റെ ലീഡർഷിപ്പിൽ മാർക്കറ്റ് ലാർജ് ക്യാപിറ്റൽ ഓഹരികളിൽ അപ്രീസിയേഷൻ കാണാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് റിലയൻസ്, കോട്ടക് ബാങ്ക്, HDFC ബാങ്കിലൊക്കെ. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ. റിലയൻസ് 3000 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഈ ആഴ്ചയുള്ളത്. തേഴ്സ്ഡേ ഈ മന്ത്ലി കോൺട്രാക്ട്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്, ഓപ്ഷൻസ് കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നതോടുകൂടി റിലയൻസ് 3000 ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. പ്രത്യേകിച്ച് ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ. ഇനി 3 IPOs വരുന്നുണ്ട്. ഞാൻ നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു. പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, എക്സിക്കോം ടെലി സിസ്റ്റംസ്, അത് മെയിൻ ബോർഡ് IPOs ആണ്. അതുപോലെ തന്നെ പൂർവ്വ ഫ്ലെക്സി പാക്ക്, അത് NSE SME IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നാളെ മുതൽ ഈ IPOകളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള IPOകളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.